നമസ്കാരം ശ്രീ തോമസ് ഐസക്. ഇപ്പോൾ നോട്ടീസ് ലഭിച്ചല്ലോ, അങ്ങ് ഹാജരാകുമോ? അങ്ങ് നോട്ടീസിന് മറുപടി നൽകുമോ? ചോദ്യം ചോദിച്ചാ പറയും, ഞാൻ കേട്ടിട്ടില്ല സംസാരം. നോട്ടീസ് ലഭിച്ചല്ലോ, നോട്ടീസിന് മറുപടി നൽകുമോ? അത് എങ്ങനെയാണ് മറുപടി നൽകേണ്ടത്? ഇത് അസംബന്ധമാണ് ഈ നോട്ടീസ്. അതുകൊണ്ട് കോടതിയിൽ നോട്ടീസ് തന്നെ ചോദ്യം ചെയ്യണോ, അതോ അഡ്ജുഡിക്കേറ്റഡ് മുമ്പിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണോ, ഏത് രീതിയിൽ വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തിരിച്ചു വന്നതിന് ശേഷം നിയമവകുപ്പുമായിട്ട് ആലോചിച്ചാണ് തീരുമാനമെടുക്കുക. നിശ്ചയമായിട്ടും പ്രതികരിക്കും. ഏത് രീതിയിലുള്ള പ്രതികരണമാണ്, എവിടെയാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഡോക്ടർ തോമസ് ഐസക്, ഇപ്പോൾ ഈ മസാല ബോണ്ട് വഴി ഭൂമി വാങ്ങി എന്നുള്ളതാണല്ലോ പുതിയ ചാർജ്. അപ്പോൾ ഭൂമി വാങ്ങുന്നത് തെറ്റാണ്, അത് ഫെമ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭൂമി വാങ്ങിയതല്ല ഏറ്റെടുത്തത് എന്ന വാദമാണ് അങ്ങ് നേരത്തെയും പലതവണയായി പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പണം ഉപയോഗിച്ചുള്ള ഈ പണത്തിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഈ ഭൂമി നൽകുന്നവർക്ക് കൊടുക്കുന്നത്. ഫലത്തിൽ അത് ഭൂമി വാങ്ങൽ തന്നെ ആവുകയാണല്ലോ. അപ്പോൾ ഈ സാങ്കേതികത്വം നിലനിൽക്കുമോ എന്നുള്ളതാണ്. സാങ്കേതികത്വമല്ല, ആദ്യം മനസ്സിലാക്കേണ്ടത് തുടങ്ങിയത് ഇത് നിയമവിരുദ്ധമാണ്. കിഫ്ബി വായ്പ അതുപേക്ഷിച്ചു. ആ വായ്പ എടുത്തതിലെ ക്രമക്കേട് അതൊക്കെ വിട്ടുകളഞ്ഞു. ഇനിയിപ്പോൾ വായ്പ വിനിയോഗിച്ചതിൽ എന്താ പ്രശ്നം? ചട്ടപ്രകാരം നിഷിദ്ധമായിട്ടുള്ള ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പണം വിനിയോഗിച്ചു എന്നാ പറയുന്നത്. നൗ എന്തായിരുന്നു 2016 ചട്ടത്തിലുണ്ടായിരുന്നത്? ഫ്രെയിംവർക്ക് നിബന്ധന, ഭൂമി വാങ്ങാൻ ഉപയോഗിക്കരുത്. ഭൂമി വാങ്ങുന്നത് ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഭൂമി ഏറ്റെടുക്കുന്നത് വേറൊരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭൂമി നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയാൽ നിങ്ങൾക്ക് മറിച്ചു വെക്കാം, അത് സ്പെക്കുലേറ്റ് ചെയ്യാം. എന്നാൽ ഭൂമി അക്വയർ ചെയ്താൽ ഏതാവശ്യത്തിന് വേണ്ടി അക്വയർ ചെയ്തോ ആ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നിയമത്തിൽ ഇത് രണ്ടും രണ്ടാണ്, രണ്ട് നിയമത്തിന് കീഴിലുള്ളതാണ്. കിഫ്ബി ഭൂമി അക്വയർ ചെയ്തിരിക്കുന്നതാണ്. അതുപയോഗിച്ചൊരു ഊഹക്കച്ചവടം നടത്താൻ പറ്റില്ല. എന്താവശ്യത്തിന് വേണ്ടി എടുത്തോ ആ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. പക്ഷെ ഇതല്ല എൻ്റെ അടിസ്ഥാന ആർഗ്യുമെന്റ്. 2019 ആയപ്പോഴേക്കും റിസർവ് ബാങ്ക് ഈ നിബന്ധനകളിൽ പർച്ചേസിങ് ദ ലാൻഡ് എന്നുള്ളതും വിട്ടുകളഞ്ഞു നേറ്റീവ് ലിസ്റ്റിൽ നിന്ന്. ഭൂമി ഇനി വില കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല, അത് അക്വയർ ചെയ്തിരിക്കുന്നതാണ്. അല്ല, ഇനി മറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും കിഫ്ബി ഈ പണം വിനിയോഗിച്ചപ്പോൾ ഈ നിബന്ധന ഇല്ല. ഇതാ ഞങ്ങൾ വാദിക്കാൻ പോണത്. അതുകൊണ്ട് സിമ്പിൾ, ഇല്ലാത്തൊരു പ്രശ്നം പറഞ്ഞുണ്ടാക്കിയിരിക്കുക. എങ്ങനെയാണ് ഇവര് ഇത്തരത്തിലൊരു മണ്ടത്തരം എഴുന്നള്ളിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ബോണ്ടുകളുടെ കാര്യത്തിൽ ഒരു സുതാര്യതയില്ല എന്നുള്ളതാണ്. ശ്രീ തോമസ് ഐസക്, ബോണ്ടുകൾ ആർക്കൊക്കെ വിറ്റു എന്നുള്ളതിൽ കൃത്യമായ ഒരു മറുപടി പ്രതിപക്ഷം ചോദിക്കുമ്പോൾ പറയുന്നില്ല. അതിലൊന്ന്, ലാവ്ലിനുമായി ബന്ധപ്പെട്ടൊരു ഡീൽ നടക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറഞ്ഞ കാര്യം അതാണ്. വലിയ സാമ്പത്തിക ലാഭം ചിലർ ഉണ്ടാക്കി, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ടല്ല, ഇതുമായി ചിലർ ലാഭമുണ്ടാക്കി എന്നുള്ളതാണ്. ലാവ്ലിന് നിക്ഷേപമുള്ള CDPQ എന്ന കനേഡിയൻ കമ്പനി, ആ കമ്പനിക്ക് ബോണ്ട് വിറ്റു എന്നുള്ളതാണ്. അപ്പോൾ അതിലങ്ങേക്കൊരു പ്രതികരണം നൽകാം. ഇതിലൊരു കൃത്യമായ മറുപടി പറഞ്ഞെങ്കിൽ പ്രതിപക്ഷം പിന്നീട് ഇത് ചോദിക്കില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇതിലൊരു മറ വയ്ക്കുന്നത്? എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്. കാരണം ഈ ബോണ്ട് ലിസ്റ്റ് ചെയ്ത് വിൽക്കുക എങ്ങനെയാണെന്ന് ഇവർക്ക് അറിഞ്ഞൂടാ. ബോണ്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഒരു വില, ഇൻട്രസ്റ്റ് കോട്ട് ചെയ്യുന്നു. അത് അതിൻ്റെ ആവശ്യത്തിൽ കൂടുതലാണെങ്കിൽ ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത് ആ കൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ്
പലിശ നിരക്കിൻ്റെ കൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് ബോണ്ട് ഏറ്റവും കൂടുതൽ പലിശ, ഏറ്റവും കുറവ് പലിശ ആവശ്യപ്പെടുന്ന ആൾക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഇത് ഒത്തുകളിയൊന്നുമില്ല. ലാവ്ലിൻ കമ്പനിയുടെ എന്തോ പെൻഷൻ ഫണ്ട് വാ, നമ്മളും ഈ ചർച്ച ചെയ്ത് നിങ്ങളെടുത്തോ എന്ന് പറയാനായിട്ട് ഈ പ്രാഥമിക ധാരണ പോലും ഇല്ല എങ്ങനെ ബോണ്ട് വിൽക്കുന്നതെന്ന്. നമ്മൾ ബോണ്ട് വിൽക്കുമ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം ചെയ്തു തരികയല്ല. യഥാർത്ഥത്തിൽ അവർക്കല്ലേ റിസ്ക്, നമുക്കെന്ത് റിസ്ക്? അപ്പോൾ എങ്ങനെ അതിൽ അഴിമതി ആരോപിക്കണേ? ഇനി എന്താ ഈ ലാവലിനും പെൻഷൻ കമ്പനിയായിട്ടുള്ള ബന്ധം? പെൻഷൻ കമ്പനി അവരുടെ പണം ബോണ്ടിലോ ഷെയറിലോ അതുപോലുള്ള ഇൻസ്ട്രുമെൻസിലും നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് പെൻഷൻകാർക്ക് ധനസഹായം കൊടുക്കുന്നത്. അപ്പോൾ അവർ പല കമ്പനികളിൽ നിക്ഷേപിക്കും. അങ്ങനെ ലാവലിനും നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് വെച്ചിട്ട് ലാവലിനും ഈ ബോണ്ടും തമ്മിൽ ബന്ധമൊക്കെ പറയണമെങ്കിൽ സാമാന്യ സാമ്പത്തിക ലോകക്രമത്തെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തവർക്കാണ് നാട്ടുകാരെ പരിഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. മസാല ബോണ്ടിൽ എന്താണ് ഉപാധി? പറയാം, ഈ ലാവലിനെ കേരളത്തിൽ വിളിച്ചുകൊണ്ടുവന്ന ആരാ? എന്തോ മസാല ബോണ്ടിൽ എന്താണ് ഉപാധി? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.